അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വെൽക്കം ബാക്ക് ടു എജു ഹാക്കർ യൂട്യൂബ് ചാനൽ. നമ്മൾ അബ്ബാസിയ കാലഘട്ടമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഭാഗമാണ് ഇത്. അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം. അത് അന്നഖദ് ഫിൽ അസ്റിൽ അബ്ബാസി എന്നുള്ളതാണ്. അബ്ബാസിയ കാലഘട്ടത്തിലെ നഖദ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു ആമുഖം ഞാൻ നേരത്തെ തന്നെ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അന്നഖദുൽ അദബി എന്നൊരു ക്ലാസ്. അത് കേൾക്കാത്തവർ ആദ്യം അത് കേട്ടതിന് ശേഷം മാത്രമേ ഇത് കേൾക്കാവൂ എന്നാണ് പറയാനുള്ളത്. അന്നഖദ് ഫിൽ അബ്ബാസിയ കാലഘട്ടത്തിലെ നഖദ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പേജ് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത് അവിടെ നമ്മളെടുത്തതാണ്. അതേപോലെ അബ്ബാസിയ കാലഘട്ടത്തിൽ വന്ന പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ, നഖദിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ, പിന്നെ അതിൻ്റെ എഴുതിയ ആളുകളുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ജസ്റ്റ് നോക്കുക. ഇനി നമുക്ക് 6 ആളുകളെയാണ് ഒന്ന് വിശദീകരിച്ച് പഠിക്കാനുള്ളത്. പിന്നെ നഖദിൻ്റെ 6 ആളുകൾ. പക്ഷേ ഈ 6 ആളുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഇതുവരെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് സിലബസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെ പറ്റി അങ്ങനെ ഡീപ്പായിട്ട് ചോദിക്കാത്തത്. ജസ്റ്റ് മെൻഷൻ ചെയ്ത് നമുക്കൊന്ന് പോകാം. ഇബ്നുസ്സല്ലാമുൽ ജുമഹിയാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 139 ഹിജറ മുതൽ 231 ഹിജറ വരെയാണ്. മുഴുവൻ പേര് മുഹമ്മദ് ഇബ്നു സല്ലാം ഇബ്നു അബ്ദുള്ള ഇബ്നു സാലിം അൽ ജുമഹി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ബസ്റയിലാണ് ജനിച്ചത്. ഇമാമുൻ ഫിൽ അദബ്, സാഹിത്യത്തിൽ അദ്ദേഹം ഒരു വലിയൊരു ഇമാമാണ്. വനാഖിദുൽ അദബുൽ അറബ്, അറബി പിന്നെ സാഹിത്യത്തിൻ്റെ അദബുൽ അറബി കഴിഞ്ഞിട്ട് വേണം കേട്ടോ. അറബി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഖിദാണ്. തുടക്കത്തിൽ വന്ന ഒരാളാണ്. അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നഖദിൻ്റെ മേഖലയിൽ വന്ന ഒരാളാണ് ഇബ്നുസ്സല്ലാമുൽ ജുമഹി. അവ്വലുമൻ ഖാമ ബിത്തഅലീഫ് ഫുന്നഖദുൽ അദബി, അല്ലെങ്കിൽ അവ്വലുമൻ സ്വന്നിഫ ഫിന്നഖദിൽ അദബി ഫിൽ അസ്റിൽ അബ്ബാസി. ആദ്യമായിക്കൊണ്ട് അറബി സാഹിത്യത്തിൽ നഖദിൽ ഒരു പുസ്തകം എഴുതിയത് ഇബ്നുസ്സല്ലാമുൽ ജുമഹിയാണ്. തഅലീഫ് നടത്തിയത്, സുന്നിഫ ആദ്യമായി ഗ്രന്ഥരചന നടത്തിയത് ഇബ്നുസ്സല്ലാമുൽ ജുമഹിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം അല്ലഫ തൊബഖാത്തു ഫുഹൂലു ശുഅറാ, തൊബഖാത്തു ഫുഹൂലു ശുഅറാ എന്ന ഗ്രന്ഥമാണ് അദ്ദേഹം എഴുതിയത്. അവലു കിതാബുൻ ഫിൻ നഖദ്, നഖദിലെ ആദ്യത്തെ ഗ്രന്ഥം ഈ പുസ്തകമാണ്. അതിൽ പിന്നെ അദ്ദേഹം സാഹിത്യകാരന്മാരെ 10 തൊബക്കകളാക്കിക്കൊണ്ട് തരംതിരിച്ചിട്ടാണ് തൊബഖാത്തു ഫുഹൂലു ശുഅറാ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൽ പിന്നെ വന്നിട്ടുള്ള ഒരേ ഒരു പിന്നെ സ്ത്രീ ആയിട്ടുള്ള സാഹിത്യകാരി എന്നുള്ളത് ഖൻസാ മാത്രമാണ്. ഒരു അഡീഷണൽ പോയിൻ്റാണ്, അത്ര ആവശ്യമില്ല. രണ്ടാമത്തെ ആളാണ് ഇബ്നു ഖുത്തൈബ. ഇബ്നു ഖുത്തൈബ 213 ഹിജറയിൽ ജനിക്കുകയും 276 മരണപ്പെട്ടു പോയി. കൂഫയിലാണ് ജനിച്ചത്. പിന്നീട് ജീവിച്ചത് ബഗ്ദാദിലാണ്. കാന നാഖിദുൻ വ ഫഖീഹുൻ വ മുഹദ്ദിസുൻ വ മുഅർറിഖുൻ. അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതനാണ്. ഫിഖഹിൻ്റെ മേഖലയിലുണ്ട്, ഹദീസിൻ്റെ മേഖലയിലുണ്ട്, ചരിത്രകാരനാണ്. അതിൻ്റെ കൂടെ ക്രിറ്റിസിസം ചെയ്യുന്ന ഒരു നാഖിദും കൂടെയാണ് അദ്ദേഹം. ലുഖീബ ഖതീബു അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ ഖതീബ്, പിന്നെ പ്രാസംഗികൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗ്രന്ഥങ്ങൾ നോക്കാം. ഈ 2 ഗ്രന്ഥങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അദബുൽ കാത്തിബ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. യഹിയ ഇബ്നു ഹാഖാന് സമ്മാനമായിക്കൊണ്ട് അദ്ദേഹം നൽകുന്നുണ്ട് ഈ ഗ്രന്ഥം. രണ്ടാമത്തെ ഗ്രന്ഥം അശ്ശിഅർ വശുഅറാ, വളരെ ഫേമസ് ആയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥമാണ് അശ്ശിഅർ വശുഅറാ. പിന്നെ കിതാബുൽ ഖൈൽ, ഒയൂനുൽ അഖ്ബാർ, ഇങ്ങനത്തെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, അശ്ശിഅർ വശുഅറാ എന്ന ഗ്രന്ഥമാണ് അവ്വലു തറാജിമു ശുഅറാ എന്നറിയപ്പെടുന്നത്. പിന്നെ അറബി സാഹിത്യ ചരിത്രത്തിൽ കവികളുടെ പിന്നെ ജീവചരിത്രം എന്ന വിഷയം എടുത്തു നോക്കുമ്പോൾ അതിൽ വന്ന ആദ്യത്തെ പുസ്തകം അശ്ശിഅർ വശുഅറാ ആണ്. കവികളുടെ ജീവചരിത്രം പറയുന്ന ആദ്യത്തെ ഗ്രന്ഥം. പിന്നെ അങ്ങനെ അശ്ശിഅർ വശുഅറാവിനെ കുറിച്ച് നമ്മൾക്ക് ആ ഒരു പോയിൻ്റ് നമുക്ക് പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ചെറിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിന്നെ അശ്ശിഅർ വശുഅറാ എന്ന ഗ്രന്ഥത്തിന് വേറെ പല പേരുകളുമുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അശ്ശിഅർ വശുഅറാ ആണ് ക്വസ്റ്റ്യനിൽ വരലും ഓപ്ഷൻസിലൊക്കെ ഈ പേര് തന്നെ വരൽ. പിന്നെ വേറൊരു പേരുണ്ട്, കിതാബു ശുഅറാ എന്ന പേരിൽ ഈ പുസ്തകം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തൊബഖാത്തു ശുഅറാ എന്നൊരു പേരും ഈ ഗ്രന്ഥത്തിനുണ്ട്. ജസ്റ്റ് ഓർത്ത് വെക്കുക. അധികം പിന്നെ ഫേമസ് ആയ പിന്നെ പേരുകളല്ല.
എല്ലായിടത്തും ക്വസ്റ്റ്യനിലൊക്കെ കാണുന്നത് അശ്ശിർ ഷുഅറ ആണ്. എന്നിരുന്നാലും തൊബക്കാത്തു ഷുഅറ എന്നുള്ള ഒരു പേര് പല ആളുകൾക്കും അങ്ങനെ ഒരു ഗ്രന്ഥമുള്ളത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. മൂന്നാമത്തെ ആളാണ് ഖുദാമത്ത് ബിനു ജാഫർ. ഖുദാമത്ത് ബിനു ജാഫർ 275 മുതൽ 338 വരെയാണ് ജീവിക്കുന്നത്. ബഗ്ദാദിലാണ് ജനിച്ചത്, അവിടെ തന്നെയാണ് മരിച്ചു പോകുന്നത്. അദ്ദേഹം നസ്രാനി ആയിരുന്നു, ക്രിസ്ത്യാനി ആയിരുന്നു. പിന്നീട് സുമ അസ്ലാമ ബിയദി മുസ്തഖ്ഫ ബില്ല, അവിടുത്തെ രാജാവായ മുസ്തഖ്ഫ ബില്ലയുടെ സഹായത്തോടു കൂടി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. ഖാന മുആസിറൻ ലി ഇബ്നു ഖുത്തൈബ വൽ മുബറദ്, ഇബ്നു ഖുത്തൈബയുടെയും മുബറദിൻ്റെയും കാലത്താണ് അദ്ദേഹം ജീവിച്ചത്. മിൻ കുത്തുബിഹി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് നഖ്ദു ഷിഅർ എന്ന ഗ്രന്ഥം. ഈ നഖ്ദു ഷിഅറാണ് അവ്വലു കിതാബുൻ മുസ്തഖിലുൻ ഫിൻ നഖദ്, നഖദ് എന്ന വിഷയം മാത്രം പ്രതിപാദിച്ച സ്വതന്ത്രമായിട്ടുള്ള ഗ്രന്ഥം. ആദ്യത്തെ നഖദിലെ ഗ്രന്ഥം നഖ്ദു ഷിഅറാണ്. വേറൊരു ഗ്രന്ഥമാണ് നഖ്ദു നസർ, കിതാബുൽ ബുൽദാൻ. ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. നാലാമത്തെ ആളാണ് അൽ ആമുദി. ആമുദിയുടെ മുഴുവൻ പേര് അബുൽ ഖാസിം അൽ ഹസൻ ഇബ്നു ബഷർ യഹിയ അൽ ആമുദി എന്നാണ്. ബസ്രയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അസ്ലി കടക്കുന്നത് ആമുദ് എന്ന ഗോത്രത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അസ്ലി കടക്കുന്നത്. തുർക്കിയിലുള്ള ഒരു വംശമാണ് ആമുദ്. അതുകൊണ്ടാണ് അൽ ആമുദി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഗ്രന്ഥമാണ് അൽ മുവാസന ബൈന ബഹ്തുരി വ അബി തമാം. ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. അൽ മുവാസന എന്ന് മാത്രം ഇത് അറിയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അൽ മുവാസന ബൈന ബഹ്തുരി വ അബി തമാം എന്നും അറിയപ്പെടാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അൽ മുഖ്തലിഫ് വൽ മുഖ്തലിഫ് എന്നൊരു ഗ്രന്ഥം കൂടെ ഉണ്ട്, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അഞ്ചാമത്തെ ആളാണ് ഇബ്നു റഷീഖുൽ ഖൈറുവാനി. 390 ജനിക്കുകയും പിന്നെ 456 മരിക്കുകയും ചെയ്തു. അദ്ദേഹം ജനിച്ചത് ജസായിറിലാണ്, അൽ ജസീറയിലാണ് ജനിക്കുന്നത്. റഹലഫി അംരിഹി അസാദിസ് അഷറ ഇല ഖൈറുവാൻ. അദ്ദേഹം ഖൈറുവാനിലേക്ക് പോകുന്നത് തൻ്റെ 16ാമത്തെ വയസ്സിലാണ്. എന്നിട്ട് ഖൈറുവാനിൽ അദ്ദേഹം ജീവിച്ച് അവിടെ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഖൈറുവാനി, ഇബ്നു റഷീഖുൽ ഖൈറുവാനി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോയിൻ്റ് കിതാബുൽ ഉംദ എന്നൊരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കിതാബുൽ ഉംദ എന്നാണ് പൊതുവെ അറിയപ്പെടാറുള്ളത്. അതിൻ്റെ വാലറ്റത്ത് പല പേരും പറയാറുണ്ട്. കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് കിതാബുൽ ഉംദ ഫി സിനാഅത്തി ശിഅർ വ നഖ്ദിഹി എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര്. കിതാബുൽ ഉംദ ഫി സിനാഅത്തി ശിഅർ വ നഖ്ദിഹി, ഫേമസ് ആയിട്ടുള്ള നഖദിലെ ഒരു ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം. ആറാമത്തെ ആൾ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. നമ്മൾ പലതവണ കേട്ടൊരു പേരാണ്. ബലാഗ ഉണ്ടാക്കിയ, ബലാഗയുടെ മുഅസ്സിസായിട്ടും വാളി ആയിട്ടും ഒക്കെ അറിയപ്പെടുന്ന ആളാണ് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അദ്ദേഹം 400 ഹിജ്റയിൽ ജനിച്ചു, 471 ഹിജ്റയിൽ മരണപ്പെട്ടു പോയി. ഹുവ നഹ്വിയുൻ വ മുതകല്ലിമുൻ. അദ്ദേഹം ഒരു നഹ്വ് പണ്ഡിതനാണ്, ബലാഗയുടെ പണ്ഡിതനാണ്, നാഖിദാണ്, അതേപോലെ തന്നെ മുതകല്ലിമാണ്. അദ്ദേഹം ഇൽമുൽ കലാമിൻ്റെ പണ്ഡിതനാണ്. ഹുവ യഅരിഫു ബി മുഅസ്സിസു ഇൽമുൽ ബലാഗ. ബലാഗയുടെ മുഅസ്സിസായിട്ടും ബലാഗയുടെ വാളി ആയിട്ടും അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ 2 ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. അസ്റാറുൽ ബലാ, ദലായിലുൽ ഇഅജാസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് നഖദിൽ നിങ്ങളോട് പറയാനുള്ളത്. അബ്ബാസിയ കാലഘട്ടത്തിലെ നഖദിൽ നമ്മൾ 6 ആളുകളെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ആ 6 ആളുകളെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അവരുടെ ഗ്രന്ഥങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ഇത് ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ ചോദിച്ച ഭാഗങ്ങൾക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ PSCയിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യം മാത്രമേ ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് മാത്രം പഠിച്ചാൽ മതി എന്നാണ് പറയാനുള്ളത്. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.